പതിറ്റാണ്ടുകളായി യൂറേഷ്യൻ മേഖലയിലെ പല രാജ്യങ്ങൾക്കും റഷ്യ ഒരു രക്ഷാധികാരിയായിരുന്നു. സാമ്പത്തിക സഹായത്തിനും രാഷ്ട്രീയ സംരക്ഷണത്തിനും സൈനിക പിന്തുണയ്ക്കുമൊക്കെ അവർ റഷ്യയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ആ കാലം അവസാനിച്ചു എന്ന വ്യക്തമായ സൂചന നൽകിയിരിക്കുകയാണ് റഷ്യ. റഷ്യയുടെ തോളിൽ മാത്രം ചാരി നിൽക്കുന്ന അയൽ രാജ്യങ്ങളോടുള്ള സമീപനം അവസാനിപ്പിച്ച് തുല്യരായ പങ്കാളികളെന്ന നിലയിൽ പുതിയൊരു ബന്ധം സ്ഥാപിക്കാൻ റഷ്യ തയ്യാറെടുക്കുന്നു. ഈ മാറ്റം കേവലം ഒരു നയവ്യതിയാനമല്ല, മറിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമത്തിൽ റഷ്യ സ്വയം ശക്തിപ്പെടുത്താനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ്. എന്തുകൊണ്ടാണ് റഷ്യ ഈ തീരുമാനമെടുത്തത്? ഈ പുതിയ നയം റഷ്യയുടെ അയൽ രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും? യൂറോപ്പിന്റെയും ഏഷ്യയുടെയും രാഷ്ട്രീയ ഭൂപടത്തിൽ എന്ത് മാറ്റങ്ങളാണ് സൃഷ്ടിക്കുക? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ നമുക്ക് റഷ്യയുടെ പുതിയ തന്ത്രപരമായ നീക്കത്തെ കുറിച്ച് വിശദമായി ഒന്ന് പഠിക്കാം. സോവിയറ്റ് യൂണിയന്റെ നിഴലിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യയുടെ അയൽ രാജ്യങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയിലായി. സാമ്പത്തികമായി തകർന്ന് രാഷ്ട്രീയമായി അസ്ഥിരമായ ഈ രാജ്യങ്ങളെയൊക്കെ സഹായിക്കേണ്ട ചുമതല റഷ്യ തന്നെ അങ്ങ് ഏറ്റെടുത്തു. തങ്ങളുടെ സ്വാധീന മേഖല നിലനിർത്താനും പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് തടയാനും റഷ്യക്ക് ഇത് അത്യാവശ്യമായിരുന്നു. വർഷങ്ങളോളം റഷ്യ ഈ രാജ്യങ്ങൾക്ക് സൈനിക സംരക്ഷണമൊക്കെ നൽകി, സാമ്പത്തികമായൊക്കെ സഹായിച്ചു. കൂടാതെ രാഷ്ട്രീയ രംഗത്തും റഷ്യയുടെ ഇടപെടലുകൾ ശക്തമായിരുന്നു. എന്നാൽ ഈ ബന്ധം പലപ്പോഴും ഏകപക്ഷീയമായിരുന്നു. റഷ്യ എല്ലാ ഭാരങ്ങളും ചുമക്കുമ്പോൾ ഈ രാജ്യങ്ങൾ കാര്യമോ എന്നും തിരിച്ചു കൊടുത്തില്ല. റഷ്യയുടെ ഈ നിലപാട് പിൽക്കാലത്ത് വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറി. റഷ്യൻ സൈനിക താവളങ്ങൾ നിലനിർത്തുന്നതിനും സൈനിക സഹായം നൽകുന്നതിനും റഷ്യക്ക് വലിയ തുകയാണ് മുടക്കേണ്ടി വന്നത്. ഇതൊന്നും കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങൾ ഈ മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും പല രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെ ഈ ബന്ധങ്ങൾ കൂടുതൽ സങ്കീർണമായി. അറിയാമല്ലോ ഉക്രൈന്റെ കാര്യം. സോവിയറ്റ് കാലഘട്ടത്തിന്റെ തുടർച്ചയായി രൂപപ്പെട്ട ഈ ആശ്രിത ബന്ധം റഷ്യയെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളിയായി മാറി. സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനേക്കാൾ മറ്റു രാജ്യങ്ങളുടെ ഭാരം ചുമക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുണ്ടായിരുന്നത്. പുതിയ ലോകക്രമത്തിൽ ഇത് നിലനിർത്തുന്നത് റഷ്യയുടെ സാമ്പത്തിക സ്ഥിതിയെ ദോഷകരമായി ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞതാണ് ഈ നയമാറ്റത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം. റഷ്യയുടെ ഈ പുതിയ നയത്തിന്റെ പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. അതിലൊന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാഹചര്യമാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം, തുർക്കിയുടെ അപ്രതീക്ഷിതമായ വിദേശ നയം, ലോക സാമ്പത്തിക രംഗത്തെ അസ്ഥിരത എന്നിവ യൂറേഷ്യൻ മേഖലയുടെ ഭദ്രതയെ ഇല്ലാതാക്കുന്നു. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ യാതൊരു പ്രത്യുപകാരവുമില്ലാതെ മറ്റു രാജ്യങ്ങളെ സംരക്ഷിക്കുക എന്നത് റഷ്യയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓരോ രാജ്യവും സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ തയ്യാറാകണമെന്നാണ് റഷ്യയുടെ പുതിയ നിലപാട്. രണ്ടാമതായി സാമ്പത്തിക കാരണങ്ങളാണ്. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യക്ക് മേൽ പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിൽ റഷ്യയുടെ സാമ്പത്തിക സ്ഥിതിയെ ശക്തിപ്പെടുത്തേണ്ടത് അവർക്ക് അത്യാവശ്യമായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ലാഭകരമല്ലാത്ത ബന്ധങ്ങൾ നിലനിർത്താൻ റഷ്യക്ക് ഇനി കഴിയില്ല. സഹായം നൽകുന്നതിന് പകരം സാമ്പത്തിക സഹകരണത്തിലൂടെ ഇരു രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാകുന്ന പങ്കാളിത്തം റഷ്യ ലക്ഷ്യമിടുകയാണ്. ഊർജ വിപണിയിലെ യൂറോപ്പിന്റെ ആധിപത്യം കുറഞ്ഞ ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയുടെ പ്രധാന ഉപഭോക്താക്കളായി മാറിയതും ഈ നയരൂപീകരണത്തിന് ആക്കം കൂട്ടി. മൂന്നാമതായി ഇത് അധികാരഘടനയുടെ മാറ്റമാണ്. പഴയ സോവിയറ്റ് യൂണിയന് ശേഷമുള്ള ഇടം എന്ന ആശയം ഇപ്പോൾ മങ്ങിയിരിക്കുന്നു. ഇന്ന് റഷ്യയുടെ അയൽ രാജ്യങ്ങൾ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള പരമാധികാര രാജ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു ബന്ധം സ്ഥാപിക്കാൻ റഷ്യ ശ്രമിക്കുന്നു. ഈ നയം റഷ്യയുടെ സ്വാധീനം കുറയ്ക്കുന്നില്ല, മറിച്ച് തുല്യരായ പങ്കാളികൾ എന്ന നിലയിൽ കൂടുതൽ ശക്തമായ സഖ്യങ്ങൾ സ്ഥാപിക്കാൻ റഷ്യ ഇത് സഹായിക്കും. തങ്ങളുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അയൽ രാജ്യങ്ങളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുകയാണ് റഷ്യ ചെയ്യുന്നത്. അതായത് സഖ്യങ്ങൾ ശക്തിപ്പെടുത്തുക. റഷ്യ ഇപ്പോൾ അതിന്റെ പ്രാദേശിക സഖ്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ അഥവാ SCO. ഇന്ത്യ, ചൈന, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ സഖ്യത്തിലൂടെ മധ്യേഷ്യൻ രാജ്യങ്ങളുമായി സുരക്ഷാ സാമ്പത്തിക സഹകരണങ്ങൾ മെച്ചപ്പെടുത്താനാണ് റഷ്യ ലക്ഷ്യമിടുന്നത്. ഈ സഖ്യം പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സ്വാധീനത്തെ ചെറുക്കാൻ റഷ്യയെ സഹായിക്കും. ഇനി അടുത്തത് സാമ്പത്തിക ബന്ധങ്ങൾ പുനഃക്രമീകരിക്കുക. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യൻ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ഒക്കെ പ്രധാന ഇറക്കുമതിക്കാർ യൂറോപ്പിൽ നിന്ന് ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും മാറി. ഈ പുതിയ വ്യാപാര ബന്ധങ്ങൾ റഷ്യയുടെ സാമ്പത്തിക നില ഭദ്രമാക്കാൻ സഹായിക്കും. പഴയ ആശ്രിതത്വത്തിൽ നിന്ന് മാറി പരസ്പര നേട്ടങ്ങളുള്ള വാണിജ്യ പങ്കാളിത്തമാണ് റഷ്യ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് സാമ്പത്തിക സഹകരണത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കും. ഇനി അടുത്തത് അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം നവീകരിക്കുക എന്നതാണ്.
മധ്യേഷ്യൻ രാജ്യങ്ങളുമായി റഷ്യയുടെ ബന്ധം സുരക്ഷാപരമായും സാമ്പത്തികപരമായും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെയുള്ള റഷ്യയുടെ സൈനിക താവളങ്ങൾ മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കും. അതുപോലെ കോക്കസസ് മേഖലയിലെ അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള സംഘർഷങ്ങളിൽ റഷ്യ മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. ഈ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ സ്വയംഭരണാധികാരം നൽകാൻ റഷ്യ തയ്യാറാണ്. അടുത്തത് അയൽ രാജ്യങ്ങൾക്ക് കൂടുതൽ സ്വയംഭരണാധികാരമാണ്. അതായത് റഷ്യയുടെ പഴയ ആശ്രിതത്വം അവസാനിക്കുന്നതോടെ അയൽ രാജ്യങ്ങൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കൂടുതൽ അവസരം ലഭിക്കുമല്ലോ. ഇത് അവരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ വർദ്ധിപ്പിക്കും. ഇനിയുള്ളത് അനിശ്ചിതത്വങ്ങളാണ്. അതായത് ഇത് അപകടകരമായ ഒരു സാഹചര്യം കൂടിയാണ്. റഷ്യയുടെ സംരക്ഷണമില്ലാതെ ഈ രാജ്യങ്ങൾക്ക് സ്വന്തം സുരക്ഷയൊക്കെ ഉറപ്പാക്കേണ്ടി വരും. ഇതുവരെ അവർക്ക് അതൊരു ശീലമില്ലല്ലോ. ഇത് പുതിയ അധികാര പോരാട്ടങ്ങൾക്കും സഖ്യങ്ങൾക്കൊക്കെ ഒരുപക്ഷെ വഴിവെച്ചേക്കാൻ സാധ്യതയുണ്ട്. തുർക്കി, ഇറാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഈ മേഖലയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി യൂറോപ്പിന്റെ വെല്ലുവിളി നോക്കുകയാണെങ്കിൽ റഷ്യയുടെ ഈ പുതിയ നയം യൂറോപ്പിനും വെല്ലുവിളിയാണ്. റഷ്യയെ യൂറോപ്പിന്റെ അതിർത്തികളിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ റഷ്യ ഏഷ്യൻ രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കുകയാണ്. ഇത് യൂറോപ്പിന്റെ സ്വാധീനം കുറയ്ക്കാനുള്ള നല്ല സാധ്യത കൂടുതലാണ്. അപ്പൊ റഷ്യയുടെ ഈ പുതിയ നീക്കം ഒരു വലിയ നയപരമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. പഴയ ശീലങ്ങളിൽ നിന്നൊക്കെ മാറി പുതിയൊരു ലോകക്രമത്തിനനുസരിച്ച് നീങ്ങാനുള്ള റഷ്യയുടെ ശ്രമമാണിത്. റഷ്യയുടെ പുതിയ നയം ഒരു രക്ഷാധികാരി എന്നതിൽ നിന്ന് തുല്യനായ പങ്കാളി എന്ന നിലയിലേക്ക് മാറാനുള്ള ശ്രമമാണ്. പഴയ ശീലങ്ങൾ മാറ്റുന്നത് അത്ര എളുപ്പമല്ല. പല സർക്കാരുകളും റഷ്യയെ ഒരു സുരക്ഷാ നിലയമായി കണക്കാക്കിയിട്ടുണ്ട്. എന്നാൽ രണ്ട് ഭാഗത്ത് നിൽക്കുന്നതും ആശ്രിതത്വവും ഇനി നടക്കില്ല. വ്യക്തമായ അതിരുകൾ നിർവചിക്കുന്നതിലൂടെ തുല്യതയിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ കൂടുതൽ ശക്തമായ പങ്കാളിത്തങ്ങൾ സ്ഥാപിക്കാൻ റഷ്യക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഇത് യുറേഷ്യയിൽ നിന്ന് പിന്മാറലല്ല, മറിച്ച് 21ാം നൂറ്റാണ്ടിലെ യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് നയം മാറ്റുന്നതാണ്. കൂടുതൽ അനിശ്ചിതത്വങ്ങളിലേക്കും അധികാര മത്സരങ്ങളിലേക്കും ലോകം നീങ്ങുമ്പോൾ റഷ്യയുടെ ഈ പുതിയ നയം മുന്നോട്ട് പോകാനുള്ള ഒരു പ്രായോഗികമായ വഴിയാണ്. ഇത് റഷ്യയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയും അയൽ രാജ്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. സഹായത്തെക്കാൾ ഉപരി പരസ്പര സഹകരണവും പങ്കാളിത്തവുമാണ് സുരക്ഷിതമായ ഭാവിക്കുള്ള വഴി എന്ന ആശയം റഷ്യ നടപ്പിലാക്കുന്നു. ഇതൊരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമാണോ? റഷ്യയുടെ അയൽ രാജ്യങ്ങൾ ഈ പുതിയ നയത്തോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.